സാർ, ആ നിൽക്കുന്നതാണ് ജോൺ മക്കൻസി. ഹലോ ഹലോ, അങ്ങോട്ട് പോകാൻ പറ്റില്ല. അങ്ങോട്ട് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. മാറിപ്പോയെ. അവിടെ വേറെ ആളുകൾ എന്ത് പറ്റി? മൂക്കുത്തി മോഷ്ടിച്ചതാരാ? അത് ഞങ്ങളോടാണ് ചോദിക്കുന്നത്. പിന്നെ ആരോട് ചോദിക്കണം? അല്ല, നീ മൂക്കുത്തിയെ പറ്റി റിസർച്ച് ചെയ്യാൻ വന്നാണോ? ഇത് നിന്റെ ക്യാമറയാണോ? ഓഫ് കോഴ്സ്, താങ്ക് യു. ഇത് വെച്ചാണോ അമ്മയുടെ വിഗ്രഹം ഫോട്ടോ എടുത്തത്? അല്ല, ഞാൻ ട്രൈ ചെയ്തു. പറഞ്ഞു കൊടുക്കും. ഫോട്ടോ എടുക്കാൻ നോക്കി സാറേ, ഞാൻ ക്യാമറ പിടിച്ചു വാങ്ങിയ. അമ്മയുടെ മൂക്കുത്തി നീയാണ് മോഷ്ടിച്ചത് അല്ലേ? നോ, അത് ഞാൻ എന്തിനൊക്കെ സ്റ്റേഷനിൽ വന്ന് നോക്കാം. നിങ്ങൾക്ക് അതിന് പറ്റില്ല. ഐ ആം എ യുഎസ് സിറ്റിസൺ. എനിക്ക് എന്റെ അംബാസിഡറോട് സംസാരിക്കണം. അംബാസിഡറൊക്കെ എന്തിനാ? നല്ല നീല ജീപ്പുണ്ട്, ആദ്യം കയറി പോവാടാ പോനെ. വാ, നടക്കട ഇങ്ങോട്ട്. നോ, ഒന്നെടുത്ത് പോടുന്നു. വണ്ടി റിവേഴ്സ് എടുക്ക. പിടിക്കണം പോയി. സ്വാമിജി, എന്നെ രക്ഷിക്കണം. പോലീസ് ഞാനാണ് മോഷ്ടിച്ചെന്ന് പറയുന്നു. മൂക്കുട്ടി, ഐ ഡിഡ്ന്റ് ടേക്ക് ഇറ്റ്. സത്യം, ഞാൻ എടുത്തിട്ടില്ല. എനിക്കറിയാം, അത് നീയെല്ലാം മോഷ്ടിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബട്ട് അവർ വിശ്വസിക്കണല്ല. പ്ലീസ് എന്നെ രക്ഷിക്കൂ. ഞാൻ ഉടനെ US കോൺസുലേറ്റ് പോകണം. കോൺസുലേറ്റിലേക്ക് എന്തിനാ പോകുന്നത്? ഞാനില്ലേ, എന്റെ ശക്തികളുണ്ട്, പേടിക്കണ്ട. നിർത്ത് സ്വാമിജി. I need real solutions, not your ഇപ്പൊ ഒളിക്കാൻ എനിക്ക് ഒരു സ്ഥലം പറഞ്ഞതാ. നീ ഒളിച്ചിരിക്കണ്ട. ആരുടെയും കണ്ണിൽ പെടാതെ നിന്നെ ഞാൻ രക്ഷിക്കാം. സ്വാമിജി, നിന്റെ കണ്ണടയ്ക്ക്. ജോൺ, നിന്നെ അപ്രത്യക്ഷനാക്കിയത് കണ്ടില്ലേ? അപ്രത്യക്ഷനല്ല, കുള്ളനാക്കി. അയ്യോ, മന്ത്രം മാറിപ്പോയെന്ന് തോന്നുന്നു. മന്ത്രം മാറിപ്പോയല്ല, എന്നെ ചെറുതാക്കിയ പോലെ എന്റെ ഡ്രസ്സും ചെറുതാക്കാൻ മാറുന്നില്ലേ? എന്താ സ്വാമിജി നിങ്ങൾ ഇങ്ങനെ? ഇപ്പൊ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സാറേ, അവന് ഈ വഴിക്കാൻ പോയേ. ജോൺ, ജോൺ, ഇപ്പൊ നീ എങ്ങോട്ടായി പോകുന്നേ? ഇതെവിടേക്കാണ് എത്തുന്നത്? അതുണ്ടാക്കി എനിക്കല്ലേ അറിയൂ. ജോൺ, എനിക്ക് ഓർമ്മ വന്നു. നിനക്ക് വലുതാക്കണമെങ്കിൽ ദേവിയുടെ മൂക്കുത്തി തിരിച്ചു വെക്കണം. അയ്യോ, അവൻ പോയല്ലോ. സ്വാമിജി. എന്താ ജോൺ? ഇൻസ്പെക്ടർ വിജയ്. അവൻ എവിടെ ഇല്ല. സ്വാമിജി, ജോൺ എവിടെ? സാർ, ജോൺ ഇവിടെ തന്നെ ഉണ്ട് സാർ. അവന്റെ ഡ്രസ് കിടക്കുന്നുണ്ടല്ലേ?
ജോൺ തന്റെ സ്വന്തം വസ്ത്രം ഉപേക്ഷിച്ച് മറ്റൊരു വസ്ത്രത്തിൽ ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. സാർ മറ്റൊരു വേഷത്തിലല്ല, തുണിയില്ലാതെ ഒളിച്ചിരിക്കുകയായിരിക്കും. ജോണിന്റെ ഡ്രസ് ഇവിടെ വന്നത് എങ്ങനെയാ? ഞാൻ പറയാം. അങ്ങനെ വഴിക്കുക. ജോണിന്റെ ഡ്രസ്സ് ലൂസായി പോയതാ. ഡ്രസ്സ് ഇവിടെ ഇട്ടിട്ട് പോയി. ആ, ഡ്രസ് ലൂസായല്ലേ? അതെങ്ങനെയാണെന്ന് പറഞ്ഞേ. മിസ്റ്റർ ഇൻസ്പെക്ടർ, ജോൺ വന്നു, പോലീസ് ഓടിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഭസ്മം വിതറി, മന്ത്രവും ചൊല്ലി. ജോൺ ചെറുതായി മാറി. ഇദ്ദേഹം ഞാൻ പൊട്ടനാന്ന് കരുതി. സ്വാമിജി ഇങ്ങനെ കോമഡി പറയല്ലേ. ശരിക്കെന്താ സംഭവിച്ചേ? ഞാൻ എപ്പോഴും സത്യം മാത്രമേ പറയൂ. ഞാൻ ഭസ്മം വിതറി, മന്ത്രം ചൊല്ലി. അവൻ ചെറുതായി. ഈ ദ്വാരത്തിലൂടെ രക്ഷപ്പെടുകയും ചെയ്തു. സ്വാമിജി, എനിക്ക് സത്യത്തിൽ സത്യം മാത്രം മതി. ഞാൻ പറയാം. ഞാൻ ഭസ്മം വിതറി, മന്ത്രം ചൊല്ലി. കോൺസ്റ്റബിളെ, അറസ്റ്റ് ചെയ്യ്. യെസ് സാർ. മിസ്റ്റർ വിശ്വനാഥ്, യെസ്. എന്താ സാറേ? ഒന്നിങ്ങോട്ട് വരൂ. ഞാനോ? എന്തിനാണ്? എന്താ ഉണ്ടായ? അറിയില്ലടി. എന്താ സാർ? എന്താ പ്രശ്നം? ഇവിടെ ജോൺ മെക്കൻസി എന്നൊരാൾ താമസിച്ചിരുന്നു. ഉവ്വ, അയാൾക്ക് എന്ത് പറ്റി? മൂക്കുത്തി മോഷ്ടിച്ചതിന്റെ പേരിൽ അയാൾ അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ അവൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചാടിപ്പോയി. എന്താ? ജോൺ മൂക്കുത്തി മോഷ്ടിച്ചെന്നോ? ഇതൊന്നും സത്യമായിരിക്കില്ല. നിങ്ങൾക്ക് തെറ്റായ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയതായിരിക്കും. അച്ഛാ, ഇതൊന്നും വിശ്വസിക്കരുത്. വണി, നീ റൂമിൽ പോ. അവനോട് വന്നപ്പോഴേ എനിക്കറിയായിരുന്നു ഇതുപോലെ എന്തെങ്കിലും സംഭവിക്കുന്നു. ചെല്. ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത് ഇൻസ്പെക്ടർ? ജോൺ മെക്കൻസിയെ കുറിച്ച് നിങ്ങളോട് ചിലത് ചോദിച്ചറിയാൻ. ആദ്യം അവൻ താമസിച്ച റൂമൊന്ന് കാണിക്കും. വന്നാട്ടെ. വാ. സ്വാമിജി, എന്താ? ഞാൻ ചോദിക്കുന്നതിന് കൃത്യമായിട്ട് മറുപടി പറയണം. ചോദിക്കൂ. മൂക്കുത്തി മോഷ്ടിച്ചതിന്റെ പേരിൽ ഞങ്ങൾ ജോണിനെ പിന്തുടർന്നു. അപ്പ അവൻ ഓടി. ജോൺ മോഷ്ടിച്ചിട്ടില്ല. ആയിക്കോട്ടെ, മൂക്കുത്തി മോഷ്ടിക്കാത്തതിനാൽ ഞങ്ങൾ ജോണിനെ പിന്തുടർന്നു. ആ. അവൻ ക്ഷേത്രത്തിനകത്ത് കയറി. ആ. താങ്കളെ കണ്ടു. ആ. ജോൺ എവിടെ? ഞാൻ മന്ത്രം ചൊല്ലി, ഭസ്മം വിതറി. ജോൺ ചെറുതായി മാറി. ഞാനിപ്പോ വേറെ ആംഗിളിൽ വരാം. ആ. ജോണിനെ ഞങ്ങൾ പിന്തുടർന്നില്ല, ജോൺ ഞങ്ങളെയാണ് പിന്തുടർന്നത്. എന്തിന്? ഇത് വേറൊരു ആംഗിളാ. അവനിന്ന് രക്ഷപ്പെടാനാണ് ഞങ്ങൾ ഓടിയത്. ആ മണ്ടനാണെങ്കിൽ ഞങ്ങളെ ഓവർടേക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോയി. അതുകൊണ്ട് അവനെ പിന്തുടർന്നു. അവൻ ക്ഷേത്രത്തിനകത്ത് വന്നു. നിങ്ങളെ കണ്ടു. ജോൺ എവിടെ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മന്ത്രം ചൊല്ലി, ഭസ്മം തൂക്കി. ജോൺ ചെറുതായി മാറി. സാറേ, വേണമെങ്കിൽ ഞാൻ വേറൊരു ആംഗിളും ട്രൈ ചെയ്ത് നോക്കാം. ഞങ്ങൾ ജോണിനെ പിന്തുടർന്നു. അപ്പോൾ ജോൺ ക്ഷേത്രത്തിനകത്ത് കയറി. താങ്കളെ കാണുകയും ചെയ്തു. ഞാൻ മന്ത്രം ചൊല്ലി. നിങ്ങൾ മന്ത്രം ചൊല്ലി ഭസ്മം വിതറി ആളെ ചെറുതാക്കി. താനും തുടങ്ങിയോ? ഇത് വേറെ അങ്ങനെ. ഇനി അഥവാ താങ്കൾക്ക് അങ്ങനെ ഒരു ശക്തി ഉണ്ടെങ്കിൽ എന്റെ സാരൊന്ന് ചെറുതാക്കി കാണിക്കും, നോക്കട്ടെ. എന്തോ താനെന്തേ പറഞ്ഞു? നോക്കട്ടെ, ഇയാൾ നുണ പറയുന്നത് നോക്കട്ടെ. മണ്ടത്തരങ്ങളായിട്ട് നോക്കട്ടെ സാറേ.